63 കിലോമീറ്റർ മാറി, ഇത് പഞ്ചായത്തല്ലേ ഏട്ടത്? 63 കിലോമീറ്റർ മാറിയിട്ട് ആലപ്പുഴ ജില്ലയിലുണ്ട്. കറക്റ്റായിട്ട് പറഞ്ഞാൽ പുന്നമട സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടല്ലോ, നെഹ്റു ട്രോഫി വള്ളംകളി ഉണ്ടല്ലോ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ തൊട്ടപ്പുറത്തൊരു പ്രദേശമുണ്ട്, അങ്ങോട്ട് കിടക്കും. അപ്പോൾ ഒരു സുന്ദരമായ ഒരു പാലം കണ്ട്, പാലം പണി പൂർത്തീകരിച്ചിട്ടില്ല, അപ്പോൾ പാലത്തിന് പേരില്ല, അപ്പോൾ നമുക്ക് പേരിടാം. അപ്പച്ചൻ ചേട്ടനുണ്ട് കൂടെ. അപ്പോൾ ഇത് കണ്ടിട്ട് 33 റിങ് ഉണ്ട് ഞാൻ നോക്കിയിട്ട്. അപ്പോൾ 33 റെഡ് റിങ് പാലം എന്ന് ഇന്ന് ഞാനിട്ട് പേര്. ഇതിപ്പോൾ ഏതാനും മാസങ്ങളുള്ളിൽ തീരുമെന്നാണല്ലോ ഈ പണി. അപ്പോൾ 57 വർഷമായിട്ട് ഈ ചേട്ടൻ ഇവിടെ കടവിലുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ വന്നാൽ ഒന്ന് കറങ്ങാം, ഈ പ്രദേശമൊക്കെ ഒന്ന് കാണാം. സുന്ദരമായ കാഴ്ചയാണ്. നാട്ടുവിശേഷങ്ങളൊക്കെ ചോദിച്ച് പറഞ്ഞങ്ങോട്ട് യാത്ര ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഏകദേശം 3 വാർഡാണുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ ഒരു വാർഡിൻ്റെ പേര് നെഹ്റു ട്രോഫി വാർഡെന്നാണ്. ഒരു 5-6 കിലോമീറ്റർ കവർ ചെയ്യും ഇത് എത്ര. പിന്നെ വയലും ചുറ്റിനും കായലുമാണ്. ഒരു 3-4 ചായക്കട ഉള്ളൂ. അപ്പോൾ കഴിച്ചിട്ട് വേണം വരാൻ. 63 കിലോമീറ്റർ മാറി, ഇത് പഞ്ചായത്തല്ലേ ഏട്ടത്? 63 കിലോമീറ്റർ മാറിയിട്ട് ആലപ്പുഴ ജില്ലയിലുണ്ട്. കറക്റ്റായിട്ട് പറഞ്ഞാൽ പുന്നമട സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടല്ലോ, നെഹ്റു ട്രോഫി വള്ളംകളി ഉണ്ടല്ലോ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ തൊട്ടപ്പുറത്തൊരു പ്രദേശമുണ്ട്, അങ്ങോട്ട് കിടക്കും. അപ്പോൾ ഒരു സുന്ദരമായ ഒരു പാലം കണ്ട്, പാലം പണി പൂർത്തീകരിച്ചിട്ടില്ല, അപ്പോൾ പാലത്തിന് പേരില്ല, അപ്പോൾ നമുക്ക് പേരിടാം. അപ്പച്ചൻ ചേട്ടനുണ്ട് കൂടെ. അപ്പോൾ ഇത് കണ്ടിട്ട് 33 റിങ് ഉണ്ട് ഞാൻ നോക്കിയിട്ട്. അപ്പോൾ 33 റെഡ് റിങ് പാലം എന്ന് ഇന്ന് ഞാനിട്ട് പേര്. ഇതിപ്പോൾ ഏതാനും മാസങ്ങളുള്ളിൽ തീരുമെന്നാണല്ലോ ഈ പണി. അപ്പോൾ 57 വർഷമായിട്ട് ഈ ചേട്ടൻ ഇവിടെ കടവിലുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ വന്നാൽ ഒന്ന് കറങ്ങാം, ഈ പ്രദേശമൊക്കെ ഒന്ന് കാണാം. സുന്ദരമായ കാഴ്ചയാണ്. നാട്ടുവിശേഷങ്ങളൊക്കെ ചോദിച്ച് പറഞ്ഞങ്ങോട്ട് യാത്ര ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഏകദേശം 3 വാർഡാണുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ ഒരു വാർഡിൻ്റെ പേര് നെഹ്റു ട്രോഫി വാർഡെന്നാണ്. ഒരു 5-6 കിലോമീറ്റർ കവർ ചെയ്യും ഇത് എത്ര. പിന്നെ വയലും ചുറ്റിനും കായലുമാണ്. ഒരു 3-4 ചായക്കട ഉള്ളൂ. അപ്പോൾ കഴിച്ചിട്ട് വേണം വരാൻ.